ശ്വേതയുടെ മാണിക്കക്കല്ല് ആ ഒരു ഡയമണ്ട് ജിൻഡോയ്ക്ക് തന്നെ സമ്മാനമായിട്ട് കൊടുക്കും. ശ്വേത അവിടെ വന്നപ്പോൾ പറഞ്ഞത് പ്രകാരം ആ ഒരു ഡയമണ്ട് ആരും എടുക്കാതെ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോ. അർജുൻ ഒരു സമയത്ത് എടുത്തെങ്കിലും അർജുനെ കൊണ്ട് അത് തിരിച്ച് അവിടെ തന്നെ വെപ്പിച്ചു. ഇടയ്ക്ക് ശ്വേത ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ എന്ത് വില കൊടുത്തും ഞാനത് സംരക്ഷിക്കും, എനിക്ക് തന്നേക്കുന്ന ഒരു ദൗത്യമാണത്, ഞാനത് കൃത്യമായിട്ട് തന്നെ നിർവഹിക്കും, ആ ഒരു ഡയമണ്ട് വേറെ ആരും തന്നെ എടുക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കും എന്ന് ജിൻഡോ ശ്വേതയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ജിൻഡോയെ പറ്റി സാബുമോൻ വളരെ നല്ല രീതിയിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പണിയെടുക്കുന്നത്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചത്ത് കിടന്ന് പണിയെടുക്കുമെന്നൊക്കെ ശ്വേത വന്ന സമയത്ത് സാബുമോൻ ശ്വേതയോട് പറഞ്ഞു കൊടുത്തതാണ്. മാത്രമല്ല ശ്വേത കൊടുത്ത ഒരു ദൗത്യം അത് വളരെ വിജയകരമായിട്ട് കൃത്യമായിട്ട് ജിൻഡോ അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാസ്ക് ഏകദേശം കഴിഞ്ഞു. ഇതുവരെ ആരും തന്നെ ആ ഒരു ഡയമണ്ട് അപഹരിച്ചിട്ടില്ല. അത് അപഹരിക്കാതിരിക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ്. ജിൻഡോ ആ ഒരു റൂമിന്റെ അവിടെ ആ ഒരു പെട്ടി വെച്ചിട്ട് ആരും കയറാതെ നോക്കി കാവലിരിക്കുകയാണ്. ജിൻഡോ അവിടെ കാവലിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു ഡയമണ്ട് അപഹരിക്കപ്പെട്ടേനെ, ഗെയിം കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയേനെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ. പക്ഷെ ജിൻഡോ അതിന് സമ്മതിച്ചില്ല. ജിൻഡോയ്ക്ക് അതെന്തായാലും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജിൻഡോ എന്തായാലും മറ്റുള്ളവരെ കൊണ്ടും എടുപ്പിക്കുന്നില്ല. അത് ജിൻഡോയുടെ ഒരു ഗെയിമാണ്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും അത്രയും വിജയകരമായിട്ട് ആ ഒരു ഡയമണ്ട് സംരക്ഷിച്ചതുകൊണ്ട് ശ്വേത മിക്കവാറും തന്നെ ആ ഒരു ഡയമണ്ട് ജിൻഡോയ്ക്ക് തന്നെ കൊടുക്കും. കാരണം ശ്വേത പറഞ്ഞൊരു ദൗത്യം വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ജിൻഡോ. ഇനി ഒരുപക്ഷെ ജിൻഡോയ്ക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ശ്വേതയ്ക്ക് അവിടെ കൊടുക്കാൻ തോന്നുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. പക്ഷെ കൊടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയ്ക്കും ഭംഗിയായിട്ട് വേറൊരു ടാസ്കിൽ അങ്ങനെ ആരും തന്നെ പെർഫോം ചെയ്തിട്ടില്ല. ജിൻഡോ ടാസ്ക് പെർഫോം ചെയ്തതെന്നല്ല, ശ്വേത കൊടുത്ത ഒരു ടാസ്ക് വിജയകരമായിട്ട് ജിൻഡോ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ഒരു പ്രതിഫലമായിട്ട് ജിൻഡോയ്ക്ക് തന്നെ ആ ഒരു ഡയമണ്ട് കൊടുത്തേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി ശ്വേത ഇത് കൊടുക്കുമോ, അത് ഇനി ടാസ്ക് വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും തന്നെ കൊടുക്കാതിരിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ജിൻഡോയ്ക്ക് തന്നെ കൊടുക്കുമെന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് ആർക്ക് കൊടുക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക.